അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആൻസർ ഒന്ന് പറയാൻ നോക്കുക കേട്ടോ. താഴെ തന്ന പേരുകളിൽ 2025 ഊർജ്ജതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ ജോയൽ മോക്കിർ, ഓപ്ഷൻ ബി ജോൺ എം മാഗ്നസ്, ഓപ്ഷൻ സി ഫിലിപ്പെ ആഗിയ, ഓപ്ഷൻ ഡി പീറ്റർ ഹൗറ്റ്. ഓക്കെ, നമുക്ക് എന്താണ് ഫിസിക്സിന്റെ നൊബേൽ, അതായത് ഊർജ്ജതന്ത്രത്തിന്റെ നൊബേൽ കിട്ടിയ ആൾക്കാരെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിന് നമ്മളൊരു കോഡ് വെച്ച് പഠിക്കാനായിട്ട് പോവാണ്. റെഡിയാണോ? കോഡ് വെച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ തന്നെ നമ്മൾ പഠിക്കും. ആ കംപ്ലീറ്റ് ഏരിയ നമ്മൾ ഇപ്പൊ തന്നെ പഠിക്കും. ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് കോഡ് പഠിക്കാൻ റെഡിയാണോ? ഒന്ന് മൈക്കോണാക്കാവോ? ഒരു മറ്റേ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പറയാം. ഞാൻ കോഡ് പറയാം, നിങ്ങൾ നോട്ട് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അമേരിക്കയിൽ, ഇതാണ് നമ്മുടെ കോഡ് കേട്ടോ. അമേരിക്കയിൽ, ഓക്കെ, എന്താണ്? അമേരിക്കയിൽ ക്ലാർക്കും മാർട്ടിനും ഡിവോഴ്സായി. ഓക്കെ, അമേരിക്കയിൽ ക്ലാർക്കും മാർട്ടിനും ഡിവോഴ്സായി. ഓക്കെ, അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടം ടണലിൽ വെച്ച് ഇവർ തമ്മിൽ എന്താണ് തർക്കം നടന്നു. ഓക്കെ, ബിറ്റ് വെച്ചതിന്റെ പേരിലാണ് ഇവർ തർക്കം നടന്നത്. ഓക്കെ, ക്യൂബിറ്റ് വെച്ചതിന്റെ പേരിൽ തർക്കം നടന്നു. ആര് തമ്മിൽ? ക്ലാർക്കും മാർട്ടിനും തമ്മിൽ തർക്കം നടന്നു. അവർ ഡിവോഴ്സായി. എവിടെ? അമേരിക്കയിൽ അമേരിക്കയിലെ ക്വാണ്ടം ടണലിൽ വെച്ചിട്ട് അവരെന്താണ് തർക്കം നടന്നു, അവർ ഡിവോഴ്സായി. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ്. ഒന്നുകൂടെ ഒന്ന് മനസ്സിലോട്ട് വരിക. അമേരിക്കയിൽ ക്ലാർക്കും മാർട്ടിനും ഡിവോഴ്സായി. ക്വാണ്ടം ടണലിൽ വെച്ചിട്ട് ബിറ്റ് വെച്ചതിന്റെ പേരിലാണ് അവർ ഡിവോഴ്സായത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിസിക്സിന്റെ നൊബേൽ 2025 നൊബേൽ പഠിക്കാനുള്ള കോഡ് എന്ന് പറയുന്നത്. ഈ കോഡ് ക്ലിയർ ആയോ?